ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഹരീഷിനെ കാണിക്കുകയാണ്. അപ്പോൾ ഹരീഷ് ആണെങ്കിൽ മെക്കാനിക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് പെട്ടെന്ന് ഹരീഷ് ഇത് നീനു വരുന്നത് കാണുകയാണ്. അപ്പോൾ നീനു വരുന്നത് കഴിഞ്ഞപ്പോഴേക്കും എടാ പെട്ടെന്നെല്ലാം ജോലി നിർത്തണ്ടേ? അതെന്താ അങ്ങനെ പറഞ്ഞത്? ഓ, അത് ശരി. അപ്പോൾ ആളുടെ കിളി വരുന്നുണ്ട്, നീനു കിളി അല്ലേ? അതുകൊണ്ടാടാ നമ്മളോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് എന്നിങ്ങനെ പറയുമ്പോൾ നീനു വരികയാണ്. അപ്പോൾ നീനു നേരെ കടലേക്ക് കയറുക. ബിൽഡപ്പും കൊടുത്തിട്ട് നമ്മുടെ ഹരീഷ് ഇങ്ങനെ ഓരോ മെക്കാനിക്കും ചെയ്തുകൊണ്ട് നിൽക്കുകയാണേ. ആ സമയത്ത് നീനു പറയാണ്, അതെ കരി ഓയിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, കരി ഓയിലുണ്ടല്ലോ. എന്തിനാ ഇപ്പോൾ കരി ഓയിൽ? അത് ഒരാളുടെ തലയിലേക്ക് അങ്ങോട്ട് ഒഴിക്കാനാണ്. തലയിലേക്ക് ഒഴിക്കാനോ? അതെന്താ കാര്യം? അല്ല, ഞാൻ ഇന്നലെ ഓൺലൈനിൽ വന്നായിരുന്നു. ആ സമയത്തെ വാട്സപ്പിൽ ആരോ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മെസ്സേജ് പ്രതീക്ഷിച്ചു, മെസ്സേജ് ഒന്നും കണ്ടില്ല. പിന്നീട് ഓൺലൈനിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അയാളുടെ തലയ്ക്ക് ഞാനേ ഈ കരിയോയിൽ ഒഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. അതുകൊണ്ട് ഈ കരിയോയിലൊന്ന് തന്നണ്ടേ. അപ്പോൾ അയ്യോ, ഇതൊക്കെ ഇങ്ങനെ പാർട്ടിയുടെ ഭാഗമായിട്ട് ഒഴിക്കുന്ന കാര്യമല്ലേ, ഇത് വലിയൊരു ചീറ്റിങ്ങല്ലേ ചെയ്തത്. അപ്പോൾ പിന്നെ കരിയോയിൽ ഒഴിക്കണ്ടേ? ചിലപ്പോൾ എനിക്കല്ലാതെ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ കരിയോയിൽ ഒഴിക്കണം പറഞ്ഞുകൊണ്ട് കരിയോയിൽ മേടിക്കുക. വേണ്ടട്ടാ, എടാ നീ എന്താണ് ഈ കാണിക്കുന്നത്? അവളുടെ കയ്യിൽ കരിയോലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തലയുടെ കമത്തിയാലോ എന്ന് ചോദിച്ചപ്പോഴേക്കും, അയ്യോ വേണ്ട എൻ്റെ പൊന്നു പെങ്ങളെ, വേണ്ട, ഇവിടെ വെച്ചേര്, കരിയോയിൽ ഒഴിക്കല്ലേ. എങ്കിൽ പറ, ആർക്കാണ് ടൈപ്പ് ചെയ്തത്? അത് പിന്നെ ഒരാൾക്കാണ് ഞാൻ ടൈപ്പ് ചെയ്തത്. ആർക്കാന്നാ ചോദിച്ചത്? അതാരാണ് ആ ഒരാള്? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഹരീഷ് പറയാ, അതെ, എനിക്ക് വേണ്ട ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടിയാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നതെന്ന് പറയാം. ഇത് കേട്ടതും ആ കരിയോലിങ് എടുത്തിൻ്റെ ഇയാളെ ഞാനുണ്ടല്ലോ, അയ്യോ കരിയോയിൽ എടുക്കല്ലേ എൻ്റെ പൊന്നു പെങ്ങളെ, ഇവിടെ വെച്ചേര് കരിയോല്, ഇവനെ ഞാൻ ഇന്ന് ശരിയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബൈക്കിൻ്റെ എന്തോ ഒരു പാർട്ട് എടുക്കുക. അങ്ങനെ ആ പാർട്ട് എടുത്തിട്ട് തലയിലിട്ടൊക്കെ അടിക്കാൻ പോകണം. എൻ്റെ പൊന്നോ, അതെടുത്ത് ഉടയ്ക്കല്ലേ, ഇതൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാ. ഇതേ ഫിറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ കസ്റ്റമർ എൻ്റെ തലയിൽ കയറും. അതുകൊണ്ട് അതൊന്നും എടുത്തേക്കല്ലേ എൻ്റെ പൊന്ന് തമ്പുരാൻ, എടുത്തേക്കല്ലേ, ഇങ്ങോട്ട് തന്നിട്ടേന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് മേടിക്കുകയാണ്. പിന്നെ പറ ആർക്കാ ടൈപ്പ് ചെയ്തത്? അത് പിന്നെ നിനക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ടൈപ്പ് ചെയ്തത്. എന്നിട്ട് മെസ്സേജ് ഒന്നും കണ്ടില്ലല്ലോ. എന്താ എനിക്ക് വേണ്ടി ടൈപ്പ് ചെയ്യാനായിട്ട് ഒരുങ്ങിയത്? അത് ഇങ്ങനെ ഹരീഷ് അവർ രണ്ടുപേരും നോക്കുകയാണ്. എടാ, നമ്മളെ നോക്കുന്നുണ്ട്, എങ്കിൽ പിന്നെ നമുക്കൊരു ചായ കുടിച്ചിട്ട് വന്നാലോ? ശരിയടാ, നമുക്ക് പിന്നെ ചായ കുടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് രണ്ടുപേരും പോവാം. അപ്പോൾ വീണ്ടും നീ ചോദിക്കുകയാണ്, പറ എന്താണ് ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചത്? അത് പിന്നെ എന്തായിരുന്നു ദൈവമേ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പഞ്ച് ഡയലോഗ് അവിടെ പറയാം. അപ്പോൾ ഹരീഷിൻ്റെ പഞ്ച് ഡയലോഗ് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇരുന്നിരുന്ന് പൊട്ടിച്ചിരി, ഭയങ്കരമായിട്ടും കിടന്ന് ചിരിക്കുകയാണ്. ഏതായാലും ചിരിച്ചല്ലോ, സമാധാനമായെന്ന് ഹരീഷും പറയാം. ഇങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുധീഷിനെ കാണിക്കുകയാണ്. അപ്പോൾ സുധീഷാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ എന്തൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് നിധി വന്നിട്ട് സുധീഷ് എന്താ തനിച്ചിരിക്കുന്നത്? എന്താ നിധി? അല്ല, തനിച്ചിരിക്കുന്നത് എന്താണെന്ന് ഞാൻ ചോദിച്ചതാ. അതോ, സുഭാഷ് ഏട്ടന് തലവേദനയാന്ന് പറഞ്ഞ് കിടക്കുക. പിന്നെ നികേഷും ഹരീഷും പുറത്തു പോയിരിക്കാം, അതുകൊണ്ട് ഞാൻ തനിച്ചിരിക്കുന്നു. എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വരാനുള്ള കാരണം? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിധി ഒരു കസാര എടുത്തിട്ട് നേരെ സുധീഷിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ സുധീഷിന് മനസ്സിലായി എന്തോ പേഴ്സണലായിട്ട് പറയാൻ വേണ്ടി വരികയാണെന്ന് തോന്നുന്നത്. അതോർത്ത് ഇങ്ങനെ ഇരിക്കുക, എന്താണാവോ പറയാനായിട്ട് പോകുന്നത് എന്നാലോചിച്ചിട്ടാണ്. അങ്ങനെ എന്താ നിധി? അതെ, ഇന്ന് പോലീസുകാരൻ വിളിച്ചായിരുന്നു. അപ്പോൾ പോലീസുകാരൻ്റെ പേര് പറയുകയാണ്. എൻ്റെ ദൈവമേ, ഏത് പോലീസുകാരൻ? എവിടത്തെ? ഓ, അത് എനിക്ക് മനസ്സിലായി. ഇല്ല, എന്നെ വിളിച്ചായിരുന്നില്ല. എന്താ നിധി അങ്ങനെ ചോദിക്കാനുള്ള കാരണം? അല്ല, എന്നെ ആ പോലീസുകാരൻ വിളിച്ചായിരുന്നു. ആണോ? എന്തിനാ പോലീസുകാരൻ നിധിയെ വിളിച്ചത്? അതെ, ഈ ഡിവോഴ്സിൻ്റെ കാര്യത്തെക്കുറിച്ച് ഈ പോലീസുകാരോട് പറഞ്ഞത് ആരാ? ഡിവോഴ്സിൻ്റെ കാര്യമോ? അയ്യോ, ആ പോലീസുകാരൻ അറിഞ്ഞോ? എങ്ങനെയാ നിധി ആ പോലീസുകാരൻ അറിഞ്ഞത്? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ നിധി. അതെങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല. എന്നോട് പറയാ, ഡിവോഴ്സ് ചെയ്യരുത്, ഡിവോഴ്സ് ചെയ്താൽ പ്രശ്നമാവും, പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന കല്യാണമല്ലേ, അപ്പോൾ എങ്ങനെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ. അല്ല, ഈ ഡിവോഴ്സിൻ്റെ കാര്യത്തിൽ പോലീസുകാരൊക്കെ ഇടപെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ആരാണ് പറഞ്ഞതെന്ന്. എനിക്കറിയില്ല നിധി, എനിക്ക് മനസ്സിലാവുന്നില്ല ആരാ പറഞ്ഞതെന്ന്. ഇനി
നിധിയുടെ വീട്ടുകാർ വല്ലതും ആയിരിക്കും. അതിന് വീട്ടുകാരോടൊന്നും നമ്മൾ പറഞ്ഞില്ലായിരുന്നല്ലോ, നമ്മൾ ഇത്രയും പേരല്ലേ അറിയുള്ളൂ, പിന്നെ എങ്ങനെയാന്നേ? അത് ശരിയാണല്ലോ നിധി. ഇനി നമ്മൾ ഡിവോഴ്സ് കൊടുത്ത വക്കീലായിരിക്കോ പറഞ്ഞത്? വക്കീൽ അങ്ങനെ പറയോ? അല്ല, എനിക്ക് തോന്നിയതാണ്, ചിലപ്പോൾ വക്കീലാണ് അങ്ങനെ പറഞ്ഞെങ്കിലോ. അന്നും ഇതേപോലെ ഡിവോഴ്സിൻ്റെ കാര്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ വക്കീൽ തന്നെയായിരുന്നല്ലോ പറഞ്ഞത്. ഓ, അങ്ങനെയാണെങ്കിൽ അതൊന്നും എനിക്കറിയണമല്ലോ. അങ്ങനെ വക്കീലിന് പോലീസുകാർ ഡിവോഴ്സിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ആ വക്കീലിനെ ഒന്ന് വിളിക്കണം. ഇത് കേട്ട ഈ സുധീഷ് പേടിച്ചു പോവുകയാണ്. അയ്യോ നിധി, എന്തിനിപ്പോൾ വക്കീലിനൊക്കെ വിളിക്കുന്നത്? ഇത്ര സമയമായില്ലേ, ഉറങ്ങിയിട്ടുണ്ടാവും. അത് സാരമില്ല, എന്നാലും ഒന്ന് വിളിച്ച് നോക്കണമല്ലോ. ഞാൻ രണ്ടും കൽപ്പിച്ച് വിളിക്കാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് നിധി വക്കീലിനെ വിളിക്കാം. വക്കീലെ, ഞാൻ നിധിയാണ്. മനസ്സിലായി നിധി, കാര്യങ്ങൾ പറയൂ എന്ന് പറഞ്ഞപ്പോഴേക്കും അത് പിന്നെ വക്കീലെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. വക്കീല്, ഞങ്ങൾ ഡിവോഴ്സിൻ്റെ കാര്യം ഞാനിന്ന് പറഞ്ഞായിരുന്നല്ലോ, ഞങ്ങൾ രണ്ടുപേരുടെയും കല്യാണം നടന്നത് ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ചാണെന്ന്. അപ്പോൾ ആ പോലീസുകാരോട് ഈ ഡിവോഴ്സിൻ്റെ കാര്യം പറഞ്ഞായിരുന്നോ? ഇതെന്ത് ചോദ്യം നിധി? ഞാനെന്തിനാണ് പോലീസുകാരോടൊക്കെ വിളിച്ച് പറയുന്നത്? ഇതെന്താ, ഡിവോഴ്സ് എന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റമാണോ? അല്ലല്ലോ. ഡിവോഴ്സ് എന്ന് പറയുന്നത് രണ്ടുപേർ തമ്മിലുള്ള ഒരു ഇതാണ്, പേഴ്സണൽ കാര്യമാണ്. അത് ഞാൻ പോയി പോലീസുകാരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതെന്തിനാണ് തുടങ്ങിയപ്പോഴേക്കും, അല്ല പോലീസുകാരൻ എന്നോട് വിളിച്ചിങ്ങനെ കാര്യങ്ങളെല്ലാം ചോദിച്ചായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ച് ഇനി ഡിവോഴ്സ് നടക്കാതിരിക്കാൻ വേണ്ടി പോലീസുകാരോട് പറഞ്ഞാണെന്ന്. ഇത് കേട്ട വക്കീലിക്ക് ചിരി വരിക. അപ്പോൾ വക്കീൽ പറയാണ്, ഇപ്പോഴത്തെ കുട്ടികളെ ഒരുപാട് പഠിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ അതനുസരിച്ചുള്ള ഒരു ബുദ്ധിയില്ല ആ കുട്ടികൾക്ക്. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നതിൻ്റെ കാരണങ്ങൾ. ഇതേട്ടാ, അയ്യോ സോറി മാഡം, മാഡത്തെ ഡിസ്റ്റർബ് ചെയ്തതിന് ഒരുപാട് സോറി കേട്ടോ. അതൊന്നും കുഴപ്പമില്ല നിധി, എനിക്കങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ശരി മാഡം എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുക. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും സുധീർ ചോദിക്കണം, എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോഴേക്കേ വക്കീലല്ല പറഞ്ഞത്. അയ്യോ വക്കീലല്ലേ, പിന്നെ ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ചിലപ്പോൾ ഇതായിരിക്കോ പറഞ്ഞിട്ടുണ്ടാവുക. ആ പോലീസുകാരനെ വിളിച്ച് നമ്മൾ ചോദിച്ചാലോ എന്ന് ചോദിച്ചപ്പോഴേക്കും എങ്കിൽ പിന്നെ സുധീഷ് ഒന്ന് വിളിക്കുക, ആ പോലീസുകാരനെ വിളിക്കുന്ന പറഞ്ഞാൽ, അയ്യോ അതിപ്പോൾ ശരിയാവില്ല, ഇത്രയും രാത്രിയായില്ലേ, എത്ര രാത്രിയായെന്ന്? അതിനധികം സമയമൊന്നും ആയിട്ടില്ലല്ലോ, സുധീഷ് വിളിക്കുക. അയ്യോ വേണ്ട, ഞാൻ ഏതായാലും നാളെ നേരിട്ട് കണ്ട് പോലീസിനോട് ചോദിച്ചോളാം. ഇപ്പം ഏതായാലും സമാധാനമായിട്ട് നിധിപ്പോ ഉറപ്പായിട്ടും ഇതാരാണ് ചെയ്തതെന്ന് വെച്ചാൽ അയാളെ ഞാൻ മുന്നിൽ കൊണ്ടുവരട്ടെ നിധിയുടെ. എന്താ അത് പോരെ? ശരി എന്ന് പറഞ്ഞുകൊണ്ട് നിധി പോവുക. അപ്പം അന്ന് രാത്രി എല്ലാവരും കിടന്ന് നല്ല ഉറക്കം. സുധീഷ് മാത്രം അത് നടക്കില്ല. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും സുധീഷ് ഇരുന്ന് പെരക്കാവ് കടിച്ച് വാരി ഒരു സ്റ്റൂള് കൊണ്ടുവന്ന് നടുക്ക് വെക്കുകയാണ്. ആ സ്റ്റൂളിന് ചുറ്റും മെഴുകുതിരി വെക്കുകയാണ്, മെഴുകുതിരി കത്തിച്ച് വെക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ഒരു കേക്ക് എടുത്ത് വെക്കുകയാണ്. ഒരു ഹാപ്പി ബർത്ത്ഡേ നിധി എന്നും പറഞ്ഞുള്ളൊരു കേക്കും, പിന്നീട് ചെറിയൊരു കേക്കും കൂടി, ഹാപ്പി ബർത്ത്ഡേ ഡിയർ നിധി എന്ന് പറഞ്ഞ കേക്കും കൂടി എടുത്ത് വെച്ചിരിക്കുക. അപ്പോൾ നല്ല സെറ്റപ്പായിട്ട് ഇങ്ങനെ ആൾക്കാരും ചെയ്യുക. അതിന് ശേഷം സുഭാഷ് ചേട്ടാ എനിക്ക് സുഭാഷ് ചേട്ടാ, എന്താടാ എടാ മെറ്റലൊക്കെ എടുത്ത് കമത്തി ഇടറാ. അയ്യോ മെറ്റലൊക്കെ നമുക്ക് പിന്നീട് ഇടാം. അതെ ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നുണ്ടോ? എൻ്റെ പൊന്ന് സുഭാഷ് ചേട്ടാ, ഒന്ന് എണീക്ക് സുഭാഷ് ചേട്ടാ. ആരാടത്? അയ്യോ ദേ ഞാൻ സുധീഷാണ്, എണീക്ക്. എന്താടാ നേരം വെളുത്തോ? സുധീഷ് ചേട്ടാ നേരം വെളുത്തു, നീ ഒന്ന് പൊയ്ക്കണ്ടേടാ സുധീഷേ, നീ ഒന്ന് പോയി കിടന്ന് ഉറങ്ങാനായിട്ട് നോക്ക് എന്ന് പറഞ്ഞപ്പോഴേക്കും സുഭാഷ് ഏട്ടാ എണീക്ക്, എടാ നികേഷേ, എടാ ഹരീഷേ എണീക്ക്. അപ്പോൾ ഹരീഷിൻ്റെ കുണ്ടിക്കിട്ടോക്കി ഒറ്റ ചവിട്ടെടുക്കുകയാണ്. അയ്യോ എന്താ ഇത് എന്ന് ചോദിക്കണം. തനിക്കൊന്നും വെളിവില്ലേ? ഇതൊന്നും മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഞങ്ങളൊന്ന് പറയുന്നത് കാര്യം കേൾക്കടാ. അതെ സുഭാഷ് ഏട്ടാ എണീക്ക്, ഇന്നേ നിധിയുടെ ബർത്ത്ഡേയാ. നിധിയുടെ ബർത്ത്ഡേയോ? ബർത്ത്ഡേയാ. 12 മണിയാകുമ്പോഴത്തേക്കുവേ ഈ ബർത്ത്ഡേ വിഷസ് ചെയ്യണം എന്ന് പറയാം. ബർത്ത്ഡേ വിഷസ് ചെയ്യണമെന്നോ? എന്തിന്? എന്നിട്ട് ഏട്ടത്തി ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇതെങ്ങനെ സുധീഷ് ചേട്ടൻ അറിയാമെന്ന് പറഞ്ഞപ്പോഴേക്കും, എടാ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണല്ലേടാ, അതുകൊണ്ട് എനിക്കറിയാം. നിങ്ങളെ പെട്ടെന്നൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വാ, മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വാന്നേ. ഇങ്ങേര് മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ല. ഇവരെല്ലാവരും കൂടി മുഖമൊക്കെ കഴുകിയിട്ട് വരുമ്പോൾ കേക്കൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുക. കൊള്ളാലോ സുധീഷ് ചേട്ടാ, അപ്പം എല്ലാം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഏട്ടത്തി ഞങ്ങളുടെ ഒരു അക്ഷരം പോലും മിണ്ടില്ല. അല്ലെങ്കിലും ഏട്ടത്തി പറയില്ലല്ലോ. അപ്പോൾ സുധീഷ് ചേട്ടൻ രണ്ടും കൽപ്പിച്ചാണല്ലേ? പിന്നെ അല്ലാതേടാ, ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്, എൻ്റെ നിധിക്ക് വേണ്ടിയല്ലേ. സുധീഷ് ചേട്ടാ ഇതെന്താ 2 കേക്ക്? ഇതേ ഈ കേക്ക് ഹാപ്പി ബർത്ത്ഡേ നിധി, അത് നമുക്ക് എല്ലാവർക്കും കൂടിയുള്ള കേക്ക്. പിന്നെ അത് ഹാപ്പി ബർത്ത്ഡേ ഡിയർ നിധി, ഇത് നിധിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നികേഷ് ആണെങ്കിൽ, എങ്കിൽ പിന്നെ ഹാപ്പി ബർത്ത്ഡേ
മൈ ഡിയർ നിധി എന്ന് എഴുതാൻ പാടില്ലായിരുന്നോ? അപ്പോൾ ഹരീഷ് പറയാ അതിനെ ഈ പുള്ളിക്കാരന് ധൈര്യം കാണില്ലായിരിക്കും, അതുകൊണ്ടാ. എടാ ഇപ്പം തന്നെ പിടിച്ച് കുത്തണോടാ, എടാ ഒന്നും മര്യാദയ്ക്ക് ഇരിക്കടാ, എങ്കിൽ പിന്നെ പോയി ഞാൻ ഏട്ടത്തിയെ പോയി വിളിച്ചുകൊണ്ട് വരാം എന്ന് നികേഷ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയ്യടാ നീ വിളിക്കണ്ട, ഞാൻ തന്നെ പോയി വിളിച്ചോളാം. നീ വിളിച്ചാലേ അവളെന്ത് വിചാരിക്കും? ഈ കേക്കെല്ലാം നീ മേടിച്ചാന്നല്ലേ വിചാരിക്കുള്ളൂ, അതുകൊണ്ട് ഞാൻ പോയി തന്നെ വിളിച്ചോളാം. പറഞ്ഞത് ശരിതാണ്, ചിലപ്പോൾ അങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോവാ. അപ്പോൾ സുഭാഷ് പറയണേ എടാ എങ്കിൽ പിന്നെ ഞാൻ പോയി വിളിച്ചിട്ട് വരാം, നീ പോയാൽ ശരിയാവില്ല. അന്നത്തെ പോലെ എന്തെങ്കിലും സംഭവം ഉണ്ടായാലോ? എൻ്റെ പൊന്നേട്ടാ അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം, ഞാൻ തന്നെ പോയി നിധിയെ വിളിച്ചോളാം എന്ന് പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷ് നേരെ നിധിയുടെ റൂം ലക്ഷ്യമാക്കി തന്നെ പോവാണ്. അപ്പോൾ ലക്ഷ്യമാക്കി പോയി കഴിഞ്ഞപ്പോഴേക്ക് നിധി കഥ തുറക്കുക, നിധി എന്നും പറഞ്ഞുകൊണ്ട് എന്താ ഈ സമയത്ത് ഒന്ന് കഥക തുറന്നേ, നിധി കഥ തുറക്കാം, ഹാപ്പി ബർത്ത്ഡേ നിധി എന്ന് പറഞ്ഞുകൊണ്ടൊരു പൊക്ക കൊടുക്കുകയാണ്. നിധി ഞെട്ടിപ്പോയി. സുധീഷിനെങ്ങനെ അറിയാം എൻ്റെ ബർത്ത്ഡേ ആണെന്ന്? അതൊക്കെ എനിക്കറിയാം, അതൊക്കെ ഞാൻ അറിഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ നിധി, താങ്ക് യു സുധീഷ് എന്ന് പറഞ്ഞുകൊണ്ട് അത് മേടിക്കാം. പക്ഷെ എപ്പോഴേക്കും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നേ. എന്തിന്? ഇറങ്ങി വാടോ താൻ. അങ്ങനെ നിധിയെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും ദേ കേക്ക് 2 എണ്ണം മേടിച്ച് വെച്ചിരിക്കുക. ഇത് കണ്ട നിധി ആകെ ആകാംക്ഷയോട് കൂടി തന്നെ നോക്കി നിൽക്കുകയാണ്. എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുന്നത്. എന്ത് 2 കേക്ക്? ഒന്നേ എല്ലാവർക്കും ഉള്ളത്, വേറൊന്ന് നിധിക്കുള്ളത്. അപ്പം നിധിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ നമ്മുടെ സുധീഷ് പറയാണ് ആ കേക്കേ നിധി മുഴുവനും തിന്നണം, ഒറ്റക്ക് തിന്നണം. ഞാനത് ഒറ്റക്ക് മുഴുവനും തിന്നാനോ? അപ്പോൾ സുഭാഷ് പറഞ്ഞു ഇവന് വല്ല ഭ്രാന്താണെന്ന് തോന്നുന്നത്, ഞാൻ ഈ കേക്ക് മുഴുവൻ എങ്ങനെ ഒറ്റ തിന്നാ? ചെറിയ കേക്കല്ലേ, അത് നിധിക്ക് തിന്നാനും പറ്റും, ഇച്ചിരി വണ്ണമൊക്കെ വെക്കട്ടേന്നേ, അങ്ങോട്ട് തിന്നോ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഇങ്ങനെ പറയാണ്. അപ്പോൾ കേക്ക് മുറിക്കണ്ടേ, കേക്ക് മുറിക്കാനുള്ള സമയമായി, നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു പൂവിൻ്റെ മെഴുകുതിരി എടുത്ത് നടുക്ക് വെക്കുക. അപ്പം നടുക്ക് അങ്ങനെ വെച്ച് കഴിഞ്ഞ് കത്തിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് അത് വിരിഞ്ഞിങ്ങനെ വരികയാണ് ആ പൂവ്, താമരപ്പൂവ്. അങ്ങനെ നിധിയുടെ കയ്യിലേക്ക് ആ കത്തിയെടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഹരീഷിൻ്റെ കയ്യിലേക്ക് ഈ പൊട്ടിക്കുന്നൊരു സാധനം, ബർത്ത്ഡേക്ക് പൊട്ടിക്കുന്നൊരു സാധനം എടുത്ത് കയ്യിലേക്ക് കൊടുക്കുക. ഇങ്ങനെ ആ ബർത്ത്ഡേ കേക്ക് അങ്ങനെ മുറിക്കുകയാണ്. പൊട്ടിക്കാൻ നോക്കിയിട്ട് പൊട്ടിക്കാനും പറ്റുന്നില്ല. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പൊട്ടിച്ച് നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ പാടി നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കുകയാണ്. അങ്ങനെ കേക്ക് മുറിച്ചിട്ട് സുഭാഷിൻ്റെ കയ്യിലേക്ക്, അപ്പോൾ സുധീഷാണെങ്കിൽ വായം പൊളിച്ചുകൊണ്ട് വരികയാണ്. എന്നാ പിടിക്ക്. അപ്പോൾ എല്ലാവരും കൂടി കളിയാക്കുക കയ്യിലേക്ക് വെച്ച് കൊടുത്തതിന്. അങ്ങനെ നികേഷിന് മാത്രം വായിലേക്ക് കേക്ക് വെച്ച് കൊടുക്കുക, ബാക്കി എല്ലാവർക്കും കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. നിധിക്ക് നമ്മുടെ സുഭാഷ് വായിൽ വെച്ച് കൊടുക്കുകയാണ് കേക്ക്. അപ്പോൾ സുധീഷും വായിൽ വെച്ച് കൊടുക്കാൻ പോയപ്പോഴേക്കും നികേഷ് ഇരുന്ന് കളിയാക്കുക. അപ്പോൾ നികേഷ് ഇരുന്ന് കളിയാക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ വായിലേക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പാട്ട് പാടിക്ക് ഇങ്ങനെ ആഘോഷിക്കുന്നുണ്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ വരികയാണിട്ട് എന്താ ഇവിടെ പരിപാടി? അപ്പം നിധി പറയണം അച്ഛാ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അച്ഛാ എന്ന് പറയണം. ഇന്ന് മോളുടെ ബർത്ത്ഡേ ആയിരുന്നോ? ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അല്ല അങ്ങനെയാണെങ്കിൽ ഒരു ബർത്ത്ഡേ പാട്ട് പാടിയാലോ? അത് കലക്കും, ബർത്ത്ഡേ പാട്ട് പാടിക്കുമെന്ന് എല്ലാവരും പറയണം. അപ്പോൾ ബർത്ത്ഡേ പാട്ട് പാടിയിട്ട് ഈ തല്ലിപ്പൊളി കേക്ക് എന്തിനാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. ഇത് കഴിഞ്ഞപ്പോഴേക്കും സുധീഷാണെങ്കിൽ ഇങ്ങനെ ഞാനുണ്ടല്ലോ തല്ലിപ്പൊളി കേക്കോ? എടാ ബർത്ത്ഡേ അല്ലേടാ, ചെറിയൊരു ഫണ്ണൊക്കെ ആവാമല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂടാ. ശരി എങ്കിൽ പിന്നെ ബർത്ത്ഡേ ആഘോഷിക്കും എന്ന് പറയാം. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ടിരുന്ന നമസ്കാരം. താങ്ക് യു. ബൈ.